ഹായ് എവരിവൺ, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനപ്രിയ കാറാണ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ കാറാണ് സ്വിഫ്റ്റ്. ആ ഒരു സ്വിഫ്റ്റിൽ ZXi വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു കാർ ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിൽ ഏത് വേരിയന്റ് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. കാര്യം നമ്മളൊരു കാർ ഇറക്കുമ്പോൾ ഒരു 150 വേരിയന്റ് കാണും, പക്ഷേ അത് ടാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേരിയൻസ് വരുന്നത്. സ്വിഫ്റ്റിന് അത്രയും വേരിയൻസ് വരുന്നില്ല. പക്ഷേ എങ്കിലും അതിൽ ZXiയും ZXi പ്ലസും ഈ രണ്ട് വേരിയൻ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു കാർ ഇറങ്ങുന്നതിന് മുമ്പ് Gen 3 VXi വേരിയന്റിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ VXi ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. ZXiയിലും ZXi പ്ലസിലുമാണ് ഇത് വരുന്നത്. നോർമലി ഇതിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ചിലർക്ക് ഒന്ന് ഹൈറ്റ് ഇട്ടിരുന്നാൽ മാത്രമേ യൂസ് ചെയ്യാൻ അവർക്ക് ഒരു കംഫർട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ZXi പ്ലസും ZXiയും പ്രിഫർ ചെയ്യാൻ പറയുന്നത്. അതുപോലെ ആ ഒരു കാറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. കാര്യം ZXiയും ZXi പ്ലസും അല്ലാതെ വേറൊരു കാറും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കമ്പയർ ചെയ്യേണ്ടിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ആ ഒരു കാർ കമ്പാരിസണായിട്ട് ഞാൻ വരുന്നതാണ്. സോ നമുക്ക് ഈ ഒരു കാറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഈ കാണുന്നത് 4th ജനറേഷൻ സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വിത്ത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ആണ് വരുന്നത്, സെയിം ആസ് ഇൻ ZXi പ്ലസ് വേരിയന്റ്. അതുപോലെ ഫോഗ് ലാംപ്സ് മിസ്സിംഗ് ആണ്. ഗ്രില്ല് സെയിം തന്നെയാണ് വരുന്നത്, ഫുൾ ഓപ്ഷനിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഗ്രില്ലാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ORMസിൽ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ലൈൻ കാണാം. അത് ഡോറിന്റെ മുകളിലൂടെ അത് ചുറ്റും കറങ്ങി വരുന്നുണ്ട്. അതല്ലാതെ ഫ്രണ്ടിൽ രണ്ട് ഡോർസിലും പാസീവ് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ ക്വാർട്ടർ പാനൽ പ്രൊവൈഡ് ചെയ്തിരുന്ന ആ ഒരു ഹാൻഡിൽ മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഒരു ഡോർ ഹാൻഡിൽസ് വന്നിട്ട് അവിടെ ക്വാർട്ടർ പാനൽ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ അവിടെ ഇരിക്കുന്ന ആൾക്ക് നല്ലൊരു വ്യൂ പുറത്തേക്ക് കിട്ടും. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 163 mm തന്നെയാണ്, സെയിം തന്നെയാണ്. ടയറിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് പെയിന്റഡ് അലോയ്സ് ആണ് വരുന്നത്. റയറിലേക്ക് വരുമ്പോൾ പോൾ ആന്റിന, വാഷർ, വൈപ്പർ, ഡീഫോഗർ ലൈൻസ് ഇതെല്ലാം വരുന്നുണ്ട്. സെയിം ഫുൾ ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് ക്യാമറ മാത്രമാണ്. ക്യാമറ ഫുൾ ഓപ്ഷനിലേ വരുന്നുള്ളൂ. ഈ ഒരു വേരിയന്റ് ZXi വേരിയന്റിൽ വരുന്നില്ല. രണ്ട് റിഫ്ലക്ടേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബൂട്ടിനുള്ളിലേക്ക് പോകുകയാണെങ്കിൽ 265 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് ഫോൾഡബിൾ സീറ്റ്സ് ആണ് വരുന്നത്. സ്പെയർ വീൽ വരുമ്പോൾ നോർമൽ സ്റ്റീൽ വീൽസ് തന്നെയായിരിക്കും വരുന്നത്. കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 6 എയർബാഗ്സ്, ABS, EBD, ESP, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസർ വരുന്നുള്ളൂ. ഈ വേരിയന്റിൽ ക്യാമറ വരുന്നില്ല. ZXi പ്ലസിലാണ് ക്യാമറ വരുന്നത്. ഇനി ഇന്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ വേരിയന്റിൽ വരുന്നുള്ളൂ. 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. റെയർ AC വെന്റ്സും അതുപോലെ 2 C പോർട്ട് ചാർജിംഗ് പോയിന്റ്സും വരുന്നുണ്ട്. കാറിന്റെ എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ 5 സ്പീഡ് AMT-യിലായിരിക്കും കാർ വരുന്നത്. ഈ ഒരു കാറിൽ ആക്സസറി ആയിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ആക്സസറി മാത്രം ചെയ്താൽ മതി. ഫോഗ് ലാമ്പും അതുപോലെ അതിലൊരു റിവേഴ്സ് ക്യാമറ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പർപ്പസ് ഫുള്ളായി സെർവ് ചെയ്യും ഈ ഒരു കാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ZXi 6 എയർബാഗ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാറ് നോക്കിയിട്ട് അതിൻ്റെ ലുക്ക് വെച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പ്യുവർലി ഈ ഒരു കാറ് അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാര്യം മൈലേജ് ഓറിയന്റഡും 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാര്യം ഫുള്ളി പാക്ഡ് ആയി നമ്മൾ ഒരു ഹിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രഗിൾ ചെയ്തേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവണമെങ്കിൽ AMD-യിലോട്ട് സ്വിച്ച് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.